നമസ്കാരം. നമ്മളിന്നുള്ളത് തിരുവനന്തപുരം തച്ചോട്ടുകാവ് പാപ്പനംകോട് റോഡിന് സമീപം പൊറ്റയിൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. 5.25 സെൻറ്റിൽ 2400 സ്ക്വയർ ഫീറ്റിൽ പണികഴിപ്പിച്ചിട്ടുള്ള മനോഹരമായ ഒരു 4 BHK വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. ഈ വീടിൻ്റെ മനോഹരമായ ഒരു മുറ്റമാണ് നമ്മൾ ഈ കാണുന്നത്. ഈ വീടിൻ്റെ കവേർഡായിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് ആണിത്. ഇവിടെ നമുക്ക് 15 അടി നീളമുള്ള ഇന്നോവ, XUV 500 തുടങ്ങിയ വാഹനങ്ങൾ നമുക്ക് ഇവിടെ ഇടുവാനായിട്ട് സാധിക്കും. തറ മുഴുവൻ വളരെ മനോഹരമായിട്ട് ഇൻ്റർലോക്കാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ വീടിൻ്റെ വലതുവശത്തായിട്ട് മനോഹരമായ റെഡ് പാമും ചെറിയ രീതിയിലുള്ള ഒരു ഗാർഡനും നൽകിയിട്ടുണ്ട്. കൂടാതെ നമ്മുടെ വീടിൻ്റെ ഇടതുവശത്തായിട്ടാണ് മെയിൻ വാട്ടർ സോഴ്സായ കിണർ നൽകിയിട്ടുള്ളത്. വീടിനൊരു സ്ലൈഡിംഗ് ഗേറ്റാണ് നൽകിയിട്ടുള്ളത്. ഏകദേശം 16 അടി നീളമുള്ള ഒരു സ്ലൈഡിംഗ് ഗേറ്റാണ്. വളരെ വിശാലമായ ഒരു 4 മീറ്ററോളം ഫ്രണ്ടേജ് ഈ സൈഡിൽ നൽകിയിട്ടുണ്ട്. മുൻവശത്ത് കണ്ടതുപോലെ തന്നെ ഇവിടെയും മനോഹരമായ ഒരു ഗാർഡൻ ഒരുക്കിയിട്ടുണ്ട്. വീടിൻ്റെ ഫ്രണ്ട് ജനലിന് താഴെയായിട്ടും ഗാർഡൻ നൽകിയിട്ടുണ്ട്. ഈ സ്ഥലത്ത് നമുക്ക് അവിടെ ഇടുന്നത് പോലെ തന്നെ ഏതൊരു വലിയ വാഹനവും 1 or 2 വാഹനം നമുക്കിവിടെ യാതൊരു തടസ്സവും കൂടാതെ പാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഈ വീടിൻ്റെ ഫ്രണ്ടിൽ നൽകിയിരിക്കുന്ന ജനൽ, വാതിലുകൾ എല്ലാം തന്നെ തേക്കിലാണ് തീർത്തിരിക്കുന്നത്. കൂടാതെ ഫ്രണ്ട് ഒരു ബോക്സ് ടൈപ്പായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ വീടിൻ്റെ മുൻവശത്തെല്ലാം ടെക്സ്ചർ വർക്ക് കൊണ്ട് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് വരത്തക്ക രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഈ കാണുന്നതാണ് വീടിൻ്റെ മനോഹരമായ ഒരു സിറ്റ് ഔട്ട്. ഈ സിറ്റ് ഔട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രാനൈറ്റ് എന്ന് പറയുന്നത് ലെപ്പോത്ര ഗ്രാനൈറ്റാണ്. ഒരു ഫ്രഞ്ച് 2 പാളി ജനൽ നൽകിയിട്ടുണ്ട്. കൂടാതെ ക്ലാഡിംഗ് ഒക്കെ നൽകി ബ്യൂട്ടിഫുള്ളാക്കിയ ഒരു പില്ലറാണ് സിറ്റ് ഔട്ടിൽ നൽകിയിരിക്കുന്നത്. ഈ വീടിൻ്റെ ഫ്രണ്ട് ഡോർ നേരത്തെ പറഞ്ഞ പോലെ തേക്കിൻ്റെ ഒരു ഡോറാണ് നൽകിയിരിക്കുന്നത്. ഈ വീടിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ വീട് തുറന്നകത്ത് കയറുമ്പം നമ്മൾ ഞെട്ടും. അത്ര അടിപൊളിയാണ് ഈ വീടിൻ്റെ ഹാള്. എക്സ്റ്റീരിയറിൻ്റെ മോഡലിന് തികച്ചും അനുയോജ്യമായ രീതിയിലാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇൻറ്റീരിയർ എങ്ങനെയാണെന്ന് നോക്കാം. വളരെ സ്പേഷ്യസ് ആയ ഒരു ഹാളാണ് ഈ വീടിൻ്റെ ഹൈലൈറ്റ്. അതായത് ഏകദേശം ഒരു 300 സ്ക്വയർ ഫീറ്റോളം നൽകിയാണ് ഈ വീടിൻ്റെ ഹാള് തയ്യാറാക്കിയത്. ലിവിങ്ങിന് പ്രത്യേകം, ഡൈനിങ്ങിന് പ്രത്യേകം, വാഷ് ഏരിയ പ്രത്യേകം, അങ്ങനെ ക്രമീകരിച്ച വളരെ സ്പേഷ്യസ് ആയ ഒരു ഹാളാണ് ഈ വീടിൻ്റെ എടുത്ത് പറയേണ്ട, നേരത്തെ പറഞ്ഞതുപോലത്തെ ഒരു പ്രത്യേകത. ഇതാണ് ഈ വീടിൻ്റെ ലിവിങ് ഏരിയ. ഇൻറ്റീരിയർ, ഫാന് എല്ലാം കൊണ്ട് ബ്യൂട്ടിഫുള്ളായിട്ടാണ് ഈ ഇൻറ്റീരിയറും മറ്റുമൊക്കെ തയ്യാറാക്കിയിട്ടുള്ളത്. ഈ TV യൂണിറ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഈ വീടിൻ്റെ ഒരു ലക്ഷറി എങ്ങനെയാണെന്നുള്ളത്. എത്ര വലിയ ഒരു TVയും നമുക്കിവിടെ പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. കബോർഡ്സ് കൂടെ തന്നെ നൽകിയിട്ടുണ്ട്. കൂടാതെ 2 സൈഡിലായിട്ട് എക്സ്ട്രാ സ്റ്റോറേജ് സ്പേസ്, ഒരു ഷോ കേസ്, ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് ഈ വീടിൻ്റെ ഈ ചുവര് തന്നെ നൽകിയിരിക്കുന്നത് മെറ്റാലിക് കോട്ട് കൊണ്ടുള്ള ഒരു പെയിൻ്റാണ്. കൂടാതെ ടെക്സ്ചർ മോഡലാണ് ഇതിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൽ രണ്ടിലും 2 ഫാൻസി ലൈറ്റുകൾ നൽകിയിട്ടുണ്ട്. ഒരു ലൈറ്റ് യെല്ലോയും വൈറ്റുമാണ് ഈ ഹാളിന് കോംബോ ആയിട്ട് കളർ കോമ്പിനേഷൻ നൽകിയിരിക്കുന്നത്. കൂടാതെ സീലിങ്ങിൻ്റെ വർക്കുകളെല്ലാം തന്നെ വളരെ എലിഗൻ്റായിട്ടാണ് നൽകിയിരിക്കുന്നത്. വളരെ സ്പേഷ്യസ് ആയ ഈ ഹാളിന് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ തന്നെ തയ്യാറാക്കിയ ഒരു ഇൻറ്റീരിയർ ഡെക്കറേഷൻ തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഇത് തേക്കിൽ തീർത്ത മനോഹരമായ ഒരു CNC ഡിസ്പ്ലേ ആണ്. വളരെ വീട്ടിൽ നിന്നും എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് ഒരു പോസിറ്റീവ് എനർജിയാണ് ഈ ഒരുക്കിയിരിക്കുന്ന മനോഹരമായ ഒരു ഡിസ്പ്ലേ. കൂടാതെ ഇൻഡോർ പ്ലാന്റ് നൽകിയിട്ടുണ്ട്. വളരെ സ്പേഷ്യസ് ആയ ഒരു ഹാളാണെന്ന് നേരത്തെ പറഞ്ഞു. നമുക്കിനി ഇവിടുത്തെ വാഷ് ഏരിയ നോക്കാം. വളരെ ബ്യൂട്ടിഫുള്ളായി ചെയ്തിരിക്കുന്ന ഒരു വാഷ് ഏരിയയാണിത്. ടേബിൾ ടോപ്പായി ക്രമീകരിച്ച ഒരു വാഷ് ഏരിയയാണ്. ഗോൾഡ് കളർ വരുന്ന രീതിയിലുള്ള ഒരു ടേബിൾ ടോപ്പായിട്ടുള്ള വാഷ് ബേസിൻ നൽകിയിട്ടുണ്ട്. ഗോൾഡൻ കളറിൽ തന്നെ വരുന്ന മനോഹരമായ ഒരു ടാപ്പാണ് നൽകിയിരിക്കുന്നത്. മനോഹരമായ പെബിൾസ് നൽകിയിട്ടുണ്ട്. അടിയിൽ സ്റ്റോറേജ് സ്പേസ്, നല്ല സുന്ദരമായ ഒരു ഗ്ലാസ്,
ഒരു മിറർ ലാമ്പ്, ടവൽ ക്ലാമ്പ് എല്ലാം നൽകി വളരെ മനോഹരമായി തന്നെയാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ ഒരുക്കിയിരിക്കുന്നത്. സ്റ്റെയറിൻ്റെ അടിയിലുള്ള സ്ഥലം മാക്സിമം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ആവശ്യം വേണ്ട സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. കൂടാതെ ഇൻവെർട്ടറും നമുക്കിവിടെ പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ വീടിൻ്റെ ഹാള് നേരത്തെ പറഞ്ഞ പോലെ വളരെ സ്പേഷ്യസായി ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ താഴെ ഒരു ബെഡ്റൂമാണ് നൽകിയിരിക്കുന്നത്. അതും വളരെ സ്ഥലമൊക്കെ നൽകി വളരെ ബ്യൂട്ടിഫൈ ചെയ്തൊരു റൂം തന്നെയാണത്. നമുക്ക് റൂം എങ്ങനെയാണെന്ന് നോക്കാം. ഈ കാണുന്ന പോലെ വളരെ സ്പേഷ്യസായ ഒരു ബെഡ്റൂമാണിത്. ഇവിടെ നമുക്ക് 2 കിങ് സൈസ് കോട്ട് ഇടാനായിട്ട് സാധിക്കും. 6x4 ടൈലാണ് നൽകിയിരിക്കുന്നത്. ഹാളിൽ നൽകിയിരിക്കുന്നത് പോലെ തന്നെ ഇൻറ്റീരിയറൊക്കെ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഫാൻസി ലൈറ്റ് നൽകിയിട്ടുണ്ട്. കൂടാതെ ഒരു 4 ഡോറ് വരത്തക്ക രീതിയിലുള്ള വളരെ സ്പേഷ്യസായ രീതിയിൽ ക്രമീകരിച്ച ഒരു കബോർഡ്സ് ഇവിടെ നൽകിയിട്ടുണ്ട്. വീടിൻ്റെ ഈ റൂമിൻ്റെ സ്പേസ് നഷ്ടപ്പെടാത്ത രീതിയിൽ ഒരു കോർണറിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിനോട് തന്നെയാണ് ഉൾപ്പെടുത്തി നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായ ഒരു ഡ്രസ്സിംഗ് ടേബിളും നമുക്ക് ഇപ്പം ഇതിൽ കാണാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ റൂമിൻ്റെ സ്ഥലം ഒരിക്കലും ഈ ഷെൽഫ് ഈ സൈഡിൽ വന്നതുകൊണ്ട് ഒരിക്കലും നമുക്ക് സ്ഥലം ഒരു കൺജസ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യാത്ത വിധമാണ് ഈ റൂം ഒരുക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ബാത്റൂം നമുക്ക് നോക്കാം. വളരെ ബെഡ്റൂമിന് അനുയോജ്യമായ രീതിയിൽ വളരെ സ്ഥലം നൽകി നിർമ്മിച്ച ഒരു ബാത്റൂം തന്നെയാണത്. ഈ ബാത്റൂമിൽ ഒരു മിക്സർ ഉൾപ്പെടെ മനോഹരമായ ബാത്റൂം ഫിറ്റിങ്സ് നൽകിയിട്ടുണ്ട്. ഒപ്പം ഒരു ക്ലോസറ്റ് ക്രമീകരിച്ചിട്ടുണ്ട്. ഹീറ്ററിൻ്റെ പ്രൊവിഷനും നൽകിയിട്ടുണ്ട്. ഈ വീടിൻ്റെ കിച്ചണിലേക്ക് നോക്കാം. ഓപ്പണായിട്ടുള്ള ഒരു കിച്ചനാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഒരു മോഡുലാർ ടൈപ്പ് അറേഞ്ച്മെൻറ്റ്സ് ആണ് കിച്ചന് നൽകിയിട്ടുള്ളത്. വൈറ്റ് കളർ ഗ്രാനൈറ്റ് ആണ് ടോപ്പിന് നൽകിയിരിക്കുന്നത്. സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. സാധനങ്ങൾ വയ്ക്കാനായിട്ടുള്ള എല്ലാ അറേഞ്ച്മെൻറ്റ്സും ഷെയ്ഡിന് മുകളിലും താഴെയുമായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അലുമിനിയത്തിൻ്റെ വർക്കാണ് ഈ കിച്ചണിൽ നമ്മൾ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വെള്ളം നനഞ്ഞാൽ ഭാവിയിൽ അതിന് എന്തെങ്കിലും ഡാമേജോ മറ്റോ ഉണ്ടാകുമെന്നുള്ളത് നമുക്ക് ഭയപ്പെടേണ്ടതില്ല. കൂടാതെ ഫാബറിൻ്റെ ഒരു ഇലക്ട്രിക് ചിമ്മിനിയും ഈ കിച്ചണിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓപ്പൺ കിച്ചണെന്ന് നേരത്തെ പറഞ്ഞു. ഓപ്പൺ കിച്ചനായതുകൊണ്ട് തന്നെ ഒരു സൈഡ് കോർണറായിട്ട് തിരിച്ചാണ് വർക്ക് ഏരിയയും പ്ലേസ് ചെയ്തിരിക്കുന്നത്. വർക്ക് ഏരിയയിൽ തന്നെ 2 പൈപ്പ് ക്രമീകരിച്ചിട്ടുണ്ട്. ഒരു മനോഹരമായ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കിച്ചൺ സിങ്കും നൽകിയിട്ടുണ്ട്. ഇനി ഈ വീടിന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് നമുക്ക് വീടിൻ്റെ ബാക്ക് സൈഡിൽ ചെറിയ ഒരു മലക്കറി എന്തെങ്കിലും നടണമെങ്കിൽ അത് നമുക്ക് ഉപയോഗപ്പെടുത്താനായിട്ടുള്ള ഒരു സ്ഥലം. കൂടാതെ അലക്കുകല്ല് ഒരുക്കി ഈ സൈഡിൽ ആണ് അലക്കലിൻ്റെ സ്ഥലം തയ്യാറാക്കിയിരിക്കുന്നത്. 2 പൈപ്പ് കിണറിൻ്റെയും വാട്ടർ കണക്ഷൻ്റെയും പൈപ്പുകൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേസ്റ്റുകൾ ഇടാനും മറ്റുമൊക്കെ ആയിട്ട് ഈ സ്ഥലം ഉപയോഗപ്പെടുത്താം. കൂടാതെ സാധാരണ നമ്മൾ എല്ലാ വീടുകളിലും പൊതുവേ ഇത്തരം വില്ലകളിൽ ചവർ മാനേജ്മെൻ്റ് ഒരു പ്രശ്നമാണെന്ന് പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫുഡ് വേസ്റ്റ് കളയാനായിട്ടും അത് ശരിയാക്കാനായിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റ്സ് ഇവിടെ തന്നെ നൽകിയിട്ടുണ്ട്. സാധാരണ വീടുകളിൽ ഒരു പ്രശ്നമുള്ളത് പുറത്ത് ബാത്റൂം സൗകര്യം ഇല്ല എന്നുള്ളതാണ്. നമ്മൾ ആ പ്രശ്നവും ഈ വീട്ടിൽ പരിഹരിച്ചിട്ടുണ്ട്. ഒരു ഔട്ട്സൈഡ് ബാത്റൂമും നമ്മളിവിടെ ഈ വീട്ടിൽ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഫംഗ്ഷനൊക്കെ വന്നാലും ഈ ബാത്റൂം നമുക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് പറ്റും. വീട്ടിനകത്ത് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഒന്നും ഉണ്ടാവാത്ത രീതിയിലാണ് വീടിൻ്റെ ഒരു സൈഡിലാണ് ഈ ബാത്റൂം ക്രമീകരിച്ചിട്ടുള്ളത്. ഇത് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ചെറിയൊരു ഹാളാണ്. നമുക്കിവിടെ അത്യാവശ്യം സ്പേസ് നൽകിയിട്ടുണ്ട്. കൂടാതെ നമുക്ക് ഈ പോർഷനിൽ തന്നെയാണ് വാഷിംഗ് മെഷീന് വയ്ക്കാനുള്ള പ്രൊവിഷൻ ചെയ്തിരിക്കുന്നത്. കൂടാതെ നമുക്ക് ഈ സ്റ്റെയറിൻ്റെ മുകൾ ഭാഗത്തായിട്ട് മനോഹരമായ ഒരു ഫാൻസി ലൈറ്റ് നൽകിയിട്ടുണ്ട്. വെളിച്ചത്തിനായിട്ട് നല്ല 8 കോളങ്ങൾ വരുന്ന രീതിയിലുള്ള ഒരു ഫർഗോളയും നൽകിയിട്ടുണ്ട്. അത്യാവശ്യം ഇൻറ്റീരിയർ ഈ ഹാളിൻ്റെ മുകളിൽ നൽകിയിട്ടുണ്ട്. വി ഗാർഡിൻ്റെ ഒരു ഫാനാണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം ലൈറ്റിങ്ങും വളരെ മനോഹരമായി തന്നെ നൽകിയിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ 3 ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത്. അതിൽ ആദ്യത്തേതാണ് ഈ ബെഡ്റൂം. താഴെ അറേഞ്ച് ചെയ്തിരിക്കുന്ന സെയിം ഹാളിൻ്റെ അളവാണ് മുകളിൽ നമ്മൾ ബെഡ്റൂമായിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും മാക്സിമം സ്ഥലം അറേഞ്ച് ചെയ്തുകൊണ്ട് കബോർഡ്സ് ക്രമീകരിച്ചിട്ടുണ്ട്. ഒരു കമ്പ്യൂട്ടർ ടേബിൾ വരുന്നുണ്ട്.
എക്സ്ട്രാ മാറി ഒരു ഡ്രസ്സിംഗ് ടേബിളും ഇവിടെ തന്നെ നൽകിയിട്ടുണ്ട്. അത്യാവശ്യം മനോഹരമായ ഒരു കളർ കോംബോയാണ് നൽകിയിരിക്കുന്നത്. ഫോൾ സീലിംഗ് നൽകിയിട്ടുണ്ട്. ഒപ്പം വാം വൈറ്റിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഈ റൂമിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ റൂമും അറ്റാച്ച് തന്നെയാണ്. ഒരു മിക്സർ ഉൾപ്പെടെ ക്രമീകരിച്ച പൈപ്പും ഒപ്പം ഒരു കോർണറിൽ ക്രമീകരിച്ച ഒരു വാഷ് ബേസിന് ഒരു ക്ലോസറ്റും നൽകിയിട്ടുണ്ട്. ഹീറ്ററിൻ്റെ പ്രൊവിഷനും ഈ റൂമിൽ നൽകിയിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമാണിത്. ഈ വീടിൻ്റെ എല്ലാ റൂമുകളും വളരെ മനോഹരമായ രീതിയിൽ ക്രമീകരിച്ചതാണ്. വളരെ സ്പേഷ്യസായ സ്ഥലം നൽകിയിട്ടുണ്ട്. വ്യത്യസ്തമായ 2 കളർ കോംബോ ക്രമീകരിച്ചിട്ടുണ്ട്. കൂടാതെ 2 കിങ് സൈസ് കോട്ട് നമുക്ക് ഇടാനായിട്ട് സാധിക്കും. 4 ഡോറിൻ്റെ ഒരു കബോർഡ് ഉൾപ്പെടെ മനോഹരമായ ഒരു ഡ്രസ്സിംഗ് ടേബിളും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഈ റൂമിനും ഇൻറ്റീരിയർ നൽകിയിട്ടുണ്ട്. ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സും വളരെ മനോഹരമായി തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. ഈ റൂമും അറ്റാച്ച് തന്നെയാണ്. സ്പേഷ്യസായ ഒരു ബാത്റൂം തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഒപ്പം ഒരു വാഷ് ബേസിനും ക്ലോസറ്റും മിക്സർ ഉൾപ്പെടെ ഹീറ്ററിൻ്റെ പ്രൊവിഷൻ ഉൾപ്പെടെയാണ് ഈ ബാത്റൂം ക്രമീകരിച്ചിരിക്കുന്നത്. ഇതൊരു മൂന്നാമത്തെ ബെഡ്റൂമാണെങ്കിലും അത്യാവശ്യം സ്ഥലം നൽകിയിട്ടുണ്ട്. മറ്റ് 2 റൂമുകളെ അപേക്ഷിച്ച് ഒരു ചെറിയ റൂമാണ്. ഈ റൂമിൽ നമുക്കൊരു കട്ടിലിടാനായിട്ട് സാധിക്കും. പിന്നെ സ്പേഷ്യസായി ഒരുക്കിയിട്ടുള്ള സ്ഥലം നഷ്ടപ്പെടാതിരിക്കാനായിട്ട് നമ്മൾ ഇവിടെ കബോർഡ്സ് ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ളൊരു പ്രത്യേകതയാണ് ഈ റൂമിന് നൽകിയിട്ടുള്ളത്. ഈ റൂമും അറ്റാച്ച് തന്നെയാണ്. അത്യാവശ്യം സ്പേഷ്യസായ ഒരു ബാത്റൂമും അറ്റാച്ചായി ചെയ്തിരിക്കുന്ന ഈ റൂമിന് നൽകിയിട്ടുണ്ട്. ഒപ്പം ഒരു വാഷ് ബേസിന് ക്ലോസറ്റ് മിക്സർ ഉൾപ്പെടെയുള്ള ഒരു പൈപ്പുമാണ് നൽകിയിട്ടുള്ളത്. ഈ വീടിന് ഒരു ഓപ്പൺ ബാൽക്കണി ഉൾപ്പെടെ ഒരു ചെറിയ സിറ്റ് ഔട്ട് നൽകിയിട്ടുണ്ട്. നമുക്ക് വൈകുന്നേരം വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ നമുക്ക് ഈ സ്ഥലം ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും. വളരെ സ്പേഷ്യസായ ഒരു ഓപ്പൺ ബാൽക്കണിയും മനോഹരമായ ഒരു കൊച്ചു സിറ്റ് ഔട്ടുമാണ് നൽകിയിരിക്കുന്നത്. ഗ്ലാസ് അറേഞ്ച്മെൻറ്റ്സ് എല്ലാം നൽകി വളരെ പ്രകാശം കിട്ടുന്ന രീതിയിൽ തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്.